അതെ, ഇഡലിക്ക് മാവ് അരയ്ക്കാൻ മറന്നുപോയോ? രാവിലെ ഇനി എന്തുണ്ടാക്കുന്നുള്ള ടെൻഷനിലാണോ? എങ്കിൽ ഇഡലിയുടെ പ്രീമിക്സ് പൗഡർ കുറച്ച് ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ രാവിലെ നല്ല ചൂടോടെ പൂ പോലുള്ള ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈ ഒരൊറ്റ പൊടി മാത്രം മതി. അപ്പൊ സമയം ഒട്ടും കളയണ്ട, നമുക്ക് ഈ പൗഡർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് റൈസ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഇഡലി റവ എന്നും പറയുവേ. ഇനി 1 കപ്പ് ഉഴുന്ന് വേണം, 2 ടീസ്പൂൺ ഉലുവ, 1 കപ്പ് വെളുത്ത അവല്, 1/4 കപ്പ് ചവ്വരി. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. ആദ്യം നമുക്ക് ഉഴുന്നൊന്ന് നല്ലപോലെ കഴുകിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ ഉഴുന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഞെരടി കഴുകിയെടുക്കണം കേട്ടോ. ഈ കഴുകുന്ന സമയത്ത് ഉഴുന്നിൽ കറുത്ത തൊലി ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ആ സമയം എടുത്ത് കളയണം കേട്ടോ. ഇനി ഈ കഴുകിയ ഉഴുന്ന് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കണം. ഞാൻ ഈ എടുത്ത സമയത്ത് മഴയായതുകൊണ്ട് ഞാൻ ഫാനിൻ്റെ അടി വെച്ചിട്ടാണ് കേട്ടോ ഉണക്കിയെടുത്തത്. ആദ്യം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്ത ഉഴുന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഉഴുന്നിന്റെ കളർ മാറുന്നവരെ ചൂടാക്കി എടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയേ. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. ഇനി 1 കപ്പ് അവലും ഇതുപോലെ ചൂടാക്കി എടുക്കണം. ഈ സമയം തീ ലോ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് അവലെടുത്ത് കയ്യിൽ വെച്ച് അമർത്തി നോക്കിയാൽ പൊടിഞ്ഞു വന്നാൽ അതാണ് കേട്ടോ അവലിന്റെ പാകം. ഇനി എടുത്ത് വെച്ച ചവ്വരിയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടായ ചവ്വരി നമുക്ക് അവലിന്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഉലുവ കൂടി ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കുവാണേ. ഉലുവ നേരത്തെ തന്നെ ചൂടാക്കി എടുത്തിട്ടുള്ളതാട്ടോ. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ചൂടാക്കി എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചാക്കി നമുക്ക് ഇനിയും പൊടിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ചൂടാക്കി വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ എടുക്കുന്ന പാത്രവും സ്പൂണും ഒന്നും നനവില്ലാത്തതാണെന്ന് പ്രത്യേകം ഉറപ്പ് വരുത്തണം കേട്ടോ. ഇനി നമുക്കിത് കുറേശ്ശെ ചേർത്ത് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡർ ആകുന്നത് വരെയും പൊടിച്ചെടുക്കണം കേട്ടോ. ദാണ്ടേ നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ടേ. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. ആദ്യത്തെ സെറ്റ് അരിച്ചെടുത്തപ്പം ഇത്രയും പൊടിയാതെ കിട്ടി കേട്ടോ. ഇതിനി ബാക്കിയുള്ളതിനെ കൂടെ ചേർത്തിട്ട് മുഴുവൻ ഇൻഗ്രീഡിയൻസും തരികളൊന്നും കൂടാതെ പൊടിച്ചെടുക്കണം. അങ്ങനെ എല്ലാം നമ്മൾ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടേ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ പൊടിച്ചു കിട്ടിയത്. ഇനി ഈ പൗഡർ എല്ലാം ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ പൊടിയിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 കപ്പ് റൈസ് റവ കൂടി ചേർത്ത് നല്ലപോലെ എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇഡലിയുടെ പ്രീമിക്സ് പൗഡർ റെഡി ആയിട്ടുണ്ടേ. ഇതിനി ഉണങ്ങിയൊരു കുപ്പിയിലോട്ട് മാറ്റിയെടുക്കാം. പൊടിക്ക് ചെറിയ ചൂട് തോന്നുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ചൂട് മാറിയതിനു ശേഷം മാത്രമേ കുപ്പിയിലോട്ട് മാറ്റാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഈർപ്പം തട്ടി പെട്ടെന്ന് പൊടി ചീത്തയായി പോകുമേ. അങ്ങനെ നമ്മുടെ ഇഡലിയുടെ പ്രീമിക്സ് പൗഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെച്ച് എങ്ങനെ ഇഡലി ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ. രാവിലത്തെ ഇഡലിക്ക് വേണ്ടിയിട്ട് ഞാൻ രാത്രി 1 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ പൊടിയിലോട്ട് ഞാൻ ആദ്യം 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഈ പൊടിയും വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ടകളായിട്ട് വല്ലതും കിട്ടുവാണെങ്കിൽ അതെല്ലാം നല്ലപോലെ ഉടച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് 2ാമത്തെ കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ഞാൻ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. ഇനി നമുക്കിതൊരു 5 മിനിറ്റത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇതിൽ റൈസ് റവ യൂസ് ചെയ്തതുകൊണ്ട് വെള്ളം പിടിക്കാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി 1 കപ്പിലെ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇഡലി മാവിന്റെ കൺസിസ്റ്റൻസിയിൽ മാവാക്കി എടുക്കാം കേട്ടോ. കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിത് മിക്സിയിലും അടിച്ചെടുക്കാം കേട്ടോ. നോക്കിക്കേ, നമ്മുടെ ഇഡലി മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പ് ഇഡലി പ്രീമിക്സ് പൗഡറിന് അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് പുറത്ത് വെച്ചേക്കാം. കുറഞ്ഞത് ഒരു 10 മണിക്കൂറെങ്കിലും മാവ് പുറത്തിരിക്കണം കേട്ടോ. അങ്ങനെ രാവിലെ ആയിട്ടുണ്ടേ. ഇനി ഇഡലി മാവ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇഡലി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇഡലിക്ക് ഒരു പ്രത്യേക മണോ ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണേ. കൂട്ടത്തിൽ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ തലേ ദിവസം ഉപ്പ് ചേർത്തത് കൊണ്ട് ഇന്നിപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നേരെ ഇഡലി ഉണ്ടാക്കാം. ഇഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ. ആ സമയം കൊണ്ട് നമുക്ക് ഇഡലി തട്ടിൽ എണ്ണ തൂത്ത് കൊടുക്കാം.
ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലെണ്ണ എല്ലായിടത്തും നല്ലപോലെ തേച്ച് കൊടുക്കണം. അപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ടേ. നമുക്കിനി തട്ടിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇഡലി വേവുന്നവരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇഡലി തട്ട് മാറ്റി വെച്ച് തണുക്കാനായിട്ട് കുറച്ച് തണുത്ത വെള്ളം തളിച്ചു കൊടുക്കാം കേട്ടോ. ഇഡലി തട്ടിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇഡലി നമുക്ക് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, ഇഡലി തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഇഡലി എടുക്കാൻ പറ്റുന്നത്. ഇഡലിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രീമിക്സ് പൗഡർ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഇഡലി റെഡി ആയിട്ടുണ്ടേ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തന്നെയാണ് നമുക്ക് ഈ പൗഡർ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഇഡലി മാവ് അരയ്ക്കാൻ മറന്നുപോയാലും കടയിലോട്ടൊന്നും പോകണ്ട. നമ്മുടെ കയ്യിൽ ഈ പൗഡർ ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടുന്ന നല്ല ഒന്നാം തരം ഇഡലി മാവ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല തക്കാളി ചമ്മന്തിയൊക്കെ മുക്കി അന്തസ്സായിട്ട് ആ ഇഡലി ഇങ്ങനെ കഴിക്കാം. അപ്പം നമ്മുടെ ഇഡലി പ്രീമിക്സ് പൗഡറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റിലൂടെ അതിൻ്റെ അടുത്ത് പറയണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.